സന്തോഷകരമായ ഒരു ദിവസമാണ്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുകയാണ്. CV അനുമോദുണ്ട് മലപ്പുറത്ത്. ഒപ്പം അവിടുത്തെ MLA നജീബ് കാന്തപുരം, ഡാൻ കുര്യൻ കൊച്ചിയിലുണ്ട്. ഡാൻ കുര്യൻ തിരുവനന്തപുരത്തുണ്ട്, ഡാനി ഇപ്പോൾ കൊച്ചിയിലും നമ്മോടൊപ്പം ചേരും. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദിനൊപ്പം അവിടുത്തെ MLA കൂടിയായ നജീബ് കാന്തപുരം കൂടിയുണ്ട്. അനുമോദ്, വലിയ ആഘോഷത്തിലും സന്തോഷത്തിലുമൊക്കെയാണ് വിശ്വാസികൾ. ഇന്നു മുതൽ കുറച്ചുകൂടി ആക്റ്റീവായ ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ, സന്തോഷം, പെരുന്നാളിൻ്റെ വിശ്വാസം? രഞ്ജിത്തെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ചെറിയ പെരുന്നാളിൻ്റെ ദിവസമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള പരിപാവനമായ ദിവസമാണ്. അന്നേ ദിവസം രാവിലെ നമ്മോടൊപ്പം ചേരുന്നത് പെരിന്തൽമണ്ണയിലെ MLAയും UDFിൻ്റെ സ്ഥാനാർത്ഥിയുമായ ശ്രീ നജീബ് കാന്തപുരമാണ്. നജീബ് കാ, ആദ്യം പെരുന്നാൾ ആശംസകൾ. താങ്ക് യു സെയിം ടു യു. പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങാണ്. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു പെരുന്നാളാണ്. പെരിന്തൽമണ്ണയിൽ ഈ 5 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ സന്തോഷം. പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദിലെ മസ്ജിദിലാണ് ഈദ് നിസ്കാരത്തിന് ഞാൻ പോകുന്നത്. ഏതായാലും മനസ്സിലുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ, ഈ 5 വർഷത്തെ വളരെ നല്ല സന്തോഷമുള്ള ഓർമ്മകൾ മാത്രമാണ് എനിക്ക് പെരിന്തൽമണ്ണ നൽകിയിട്ടുള്ളത്. ജനങ്ങൾക്കിടയിൽ ഈ 5 വർഷവും ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ ആത്മാർത്ഥമായ സേവനം നിർവഹിച്ച് നിൽക്കുന്നു എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ജനവിധി തേടുന്നത്. രണ്ടാമതായിട്ട് വീണ്ടും മത്സരിക്കാൻ എന്നെ ഇതേ നിയോജകമണ്ഡലത്തിൽ തന്നെ പാർട്ടി നിയോഗിച്ചതിലുള്ള വലിയ അഭിമാനവും സന്തോഷവും എനിക്കുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു ദിവസം എൻ്റെ മനസ്സിലൊരു ദുഃഖമുണ്ട്, എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. നമ്മുടെ ആയിരക്കണക്കിന് പ്രവാസി സുഹൃത്തുക്കൾ ഇന്ന് ഈ പെരുന്നാൾ ആശങ്കയോടുകൂടിയാണ് ആഘോഷിക്കുന്നത്. പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഈ പെരുന്നാളിന് നാട്ടിൽ വരണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേര് കാത്തിരിക്കുന്നിട്ടുണ്ടാവാം. പക്ഷേ വിമാന സർവീസുകളടക്കം പ്രയാസപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ GCC രാജ്യങ്ങളിലെ സഹോദരങ്ങൾ നിൽക്കുന്നു എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് എത്രയും വേഗം ആ കാർമേഘങ്ങളെല്ലാം നീങ്ങി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് GCC കൺട്രീസ് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് വരട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇന്നലെ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. പ്രചരണത്തിൻ്റെ തിരക്കേറിയ ദിവസങ്ങളാണ്. പേരിനൊപ്പം ജന്മനാടും മനസ്സിൽ പെരിന്തൽമണ്ണയിലുള്ള ആളാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പലയിടത്തും പറഞ്ഞാൽ കേൾക്കുന്നത് അല്ലേ? അത് പലപ്പോഴും എന്നോട് പറയാറുണ്ട്, ഇനി പെരിന്തൽമണ്ണയിലേക്ക് തന്നെ പേരും മാറ്റണം എന്ന്. സ്വാഭാവികമായിട്ടും അത്രമാത്രം ഞാൻ പെരിന്തൽമണ്ണയിൽ ഇഴകിച്ചേർന്ന് ജീവിച്ച ഒരാളാണ്. ഈ നാട്ടിലെ ഒരു ഊടുവഴി പോലും എനിക്ക് പരിചയമില്ലാത്തതില്ല. ഈ നാട്ടിലെ മനുഷ്യരുടെ മുഖം എൻ്റെ മനസ്സിൽ നിറയുന്നുണ്ട്. മാത്രമല്ല, നമ്മളെപ്പോഴും ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഈ നിയോജകമണ്ഡലത്തിലെ ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് പോലും പറയാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. പക്ഷേ അതൊരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് കിട്ടിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഞാനത് വെറുതെ ഒരു ആലങ്കാരികമായിട്ട് പറയല്ല, അനുമോദി നാട്ടുകാരനും കൂടെ ആണല്ലോ. ഞാൻ പറയട്ടെ, എനിക്ക് ഈ 5 വർഷത്തിനിടയിൽ സന്തോഷമുള്ള അനുഭവങ്ങളല്ലാതെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നുള്ള കാര്യമോ ഒന്നും വന്നിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും വികസനം എത്തുന്ന കാര്യത്തിലാണ്, അതിൻ്റെ വിതരണത്തിൽ ഞാൻ പരമാവധി നീതി പാലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പക്ഷപാതം കാണിച്ച് ഏതെങ്കിലും ഒരു CPM അംഗത്തിന് ഏതെങ്കിലും തരത്തിൽ അവർ ചോദിച്ച ഫണ്ട് കൊടുക്കാതിരിക്കുകയോ അവരുടെ പഞ്ചായത്തുകളോട് ഒരു അവഗണന കാണിക്കുകയോ അവർ ക്ഷണിച്ചൊരു പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുകയോ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ 5 വർഷവും ഞാൻ ഇപ്പം നാടിൻ്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ ഒരു ആ തരത്തിലുള്ള വിവേചനം ഒരിക്കലും ഞാൻ കാണിച്ചിട്ടില്ല. ഇടതുപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിൽ പറയുകയാണ്. 2006 ശശിയേട്ടൻ MLA ആയപ്പോൾ കൊണ്ട വികസനം മാത്രമേ പെരിന്തൽമണ്ണ മണ്ഡലത്തിലുള്ളൂ. പെരിന്തൽമണ്ണയിൽ ബസ് സ്റ്റോപ്പ് പോലും ശശിയേട്ടന് ശേഷം ഇവിടെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നൊരു നെറേറ്റീവിലാണ് അവരുടെ പ്രചരണം. എങ്ങനെയാണ് താങ്കൾ വികസനം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള അവരുടെ വാദഗതിയെ എതിർക്കുന്നത്? ഒന്നാമത് ഞാൻ പറയട്ടെ, ഇവിടെ ശശിയേട്ടൻ ചെയ്ത എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും ഞാൻ സന്തോഷപൂർവ്വം ഓർമ്മിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം MLA ആകുന്നത് ഇടതുപക്ഷം ഭരണത്തിലുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നു. നല്ല അഭിനന്ദനങ്ങൾ ഞാൻ അദ്ദേഹത്തിന് നേരുകയാണ്. നല്ലൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നല്ല പ്രതിച്ഛായുള്ള ഒരാൾ തന്നെയാണ്. അതിലൊന്നും പ്രയാസമില്ല, എൻ്റെ നല്ല സുഹൃത്തുമാണ്. പക്ഷേ
ഇതേപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു മനുഷ്യരുടെ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മഞ്ഞളാംകുഴി അലി എന്നായിരുന്നു. ഈ നാട്ടിലെ മുഴുവൻ റോഡുകളിലും 700 കോടി രൂപയുടെ വികസനം ബഹുമാന്യനായ മങ്കട MLA ആയിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അലി സാഹിബും കൊണ്ടുവന്നിട്ടുണ്ട്. അതാർക്കും വിമർശിക്കാനോ അല്ലെങ്കിൽ കാണാതിരിക്കാനോ കഴിയില്ല. പക്ഷെ ഞാൻ 5 വർഷം നിന്നത് കടുത്ത വിവേചനം ഒരു മുഖമുദ്രയാക്കിയ സർക്കാർ കേരളത്തെ ഭരിക്കുമ്പോഴാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ പ്രയാസം ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിനോട് പോലും സ്വാഭാവികമായിട്ടും യാതൊരു പ്രയാസവുമില്ലാതെ ആളുകൾ ഒരു സൗമ്യമായി പെരുമാറുന്നത് ഒരു ഹോസ്പിറ്റലിന് ഒരു ആനുകൂല്യം നൽകുന്ന കാര്യത്തിൽ അതുപോലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അങ്ങനെ കൊടിയ വിവേചനം രാഷ്ട്രീയമായി മുഖമുദ്രയാക്കിയ ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് ഒരു പ്രതിപക്ഷ MLA ആകാൻ വിധിക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും എനിക്ക് ചെയ്യുന്നതിൽ പരിമിതി ഉണ്ടായിട്ടുണ്ട്. ഞാനതാണ് പറഞ്ഞത്. അലി സാഹിബ് തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച കാലത്ത് MLA ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന ഒരുപാട് വികസനമുണ്ട്. ശശിയേട്ടൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഭരണമുന്നണി MLA ആയിട്ട് കൊണ്ടുവന്ന കാര്യമുണ്ട്. ഇത് ഞാൻ ഈ നിയമസഭയിൽ തീർച്ചയായിട്ടും UDF മന്ത്രിസഭ വരും. അത് ഞാനും തുടരും. ആ കാഴ്ചപ്പാട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷ MLAക്ക് കിട്ടാവുന്ന എല്ലാ വാതിലുകളും മുട്ടി സംഘടിപ്പിച്ചിട്ടുള്ള വികസനം ഈ നാട് നീളെ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ അതിൻ്റെ പ്രചാരണത്തിലായിരുന്നില്ല ഏറ്റവും ശ്രദ്ധിച്ചിരുന്നത് എന്നതൊരു വാസ്തവമാകാം. കാരണം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എനിക്ക് പ്രചാരണത്തിനേക്കാളും പ്രവർത്തനത്തിലായിരുന്നു താല്പര്യം. അപ്പോൾ ഒട്ടേറെ ഒരു ഗവൺമെൻറ് ചെയ്യാൻ ഗവൺമെൻറ്റിനെ അവഗണിച്ചപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാത്ത പലതും ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിലെ നാട്ടുകാരൻ കൂടിയായ VP മുതന്നീഫയാണ് എതിർ സ്ഥാനാർത്ഥി. എങ്ങനെ കാണുന്നു മത്സരത്തെ ചുരുക്കം വാക്കുകൾ? അല്ല, അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്. വ്യക്തിപരമായിട്ടുള്ള മത്സരം അല്ലല്ലോ ഇത്. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ മത്സരമാണ്. മാത്രമല്ല നമ്മൾ എന്ത് ചെയ്തു എന്നെ ഓഡിറ്റ് ചെയ്യട്ടെ. എൻ്റെ സോഷ്യൽ ഓഡിറ്റിന് വേണ്ടി ഞാൻ നിന്നു കൊടുത്ത ഒരാളാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് പെരുമ എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ നിന്നു. ജനങ്ങൾ ചോദിക്കട്ടെ, ജനങ്ങൾ പറയട്ടെ. സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹുകൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്ക് ഒന്ന് പോകണം. തിരുവനന്തപുരത്ത് അവിടെ ഈദ് നമസ്കാരം നടക്കുകയാണ്. നിരവധി പ്രമുഖർ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇത് കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കലൂർ സ്റ്റേഡിയത്തിൽ നടൻ ആസിഫ് അലി അടക്കമുള്ളവർ ഈദ് നമസ്കാരത്തിൻ്റെ ഭാഗമാകുന്നു. മറ്റൊരു വിൻഡോയിൽ കാണുന്നത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ ദൃശ്യങ്ങളാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, വിശ്വാസികൾ ആത്മസമർപ്പണത്തിലാണ്, വ്രതശുദ്ധിയുടെ ആത്മനിർവൃതിയിൽ കൂടിയാണ്. എങ്ങനെയാണ് ആഘോഷവും മറ്റു കാര്യങ്ങളും? ഒരു മാസം പിന്നെ ഓടിക്കൊണ്ടാണ് ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ ഈദ് പെരുന്നാളിലേക്ക് കടന്നിരിക്കുന്നത്. സംയുക്ത ഈദ് നമസ്കാരമാണ് പാളയം മുസ്ലിം ജമാഅത്തിന്റെ കൗൺസിലിന്റെ നേതൃത്വത്തിൽ 7:30 ആരംഭിച്ചിരിക്കുന്നത്. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി ഈദ് സന്ദേശം നൽകും. അദ്ദേഹം ഓരോ തവണയും ഈദ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന പ്രഭാഷണങ്ങൾ വലിയ തരത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. കാരണം ഈ വർഗീയമായ ചേരിതിരിവുകൾക്ക് എതിരെയും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നുമൊക്കെ പാളയം ഇമാം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആറ്റുകാൽ പൊങ്കാല സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടലുകളും സമാനമായ തരത്തിൽ കേരളം ചർച്ച ചെയ്തതാണ്. അങ്ങനെയൊരു ഈദ് പെരുന്നാളിലാണ് അദ്ദേഹം അല്പസമയത്തിനകം ഈ സന്ദേശം നൽകാൻ പോകുന്നത്. എന്തായാലും വലിയൊരു ജനബാഹുല്യം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പുരുഷന്മാർക്ക് പുറമെ വലിയ തരത്തിൽ സ്ത്രീകളും സമീപ സ്ഥലങ്ങളിൽ നടക്കും ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇരിക്കുന്നതിനൊക്കെയായി വലിയ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈദ് സന്ദേശം ഡോക്ടർ VP സുഹൈബ് മൗലവി നൽകുന്നു. വിവിധ മേഖലകൾ, വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹുകൾ, ഈദ് നമസ്കാരങ്ങൾ പുരോഗമിക്കുകയാണ്. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം വിശ്വാസികൾ നമസ്കാരത്തിൻ്റെ ആത്മനിർവൃതിയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വിവിധ കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ ഈദ് നമസ്കാരം പുരോഗമിക്കുകയാണ്. ഒപ്പം കലൂർ സ്റ്റേഡിയത്തിലും ഈദ്ഗാഹ് നടക്കുന്നു. വിശ്വാസികൾ, വിവിധ മത പുരോഹിതന്മാർ അവരൊക്കെ ഈദ് സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരം പെരുന്നാൾ നമസ്കാരങ്ങളിൽ
പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നു. അപരന്റെ ദുഃഖങ്ങളിൽ താങ്ങാകാനും മൈത്രിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശം നാടാകെ പരത്താനും ഈ പെരുന്നാൾ ആഘോഷങ്ങൾ കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നു. ത്യാഗം, സ്നേഹം, നന്ദി എന്നിവയാണ് ഈദുൽ ഫിത്തർ ആഘോഷം നൽകുന്ന സന്ദേശമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നോമ്പ് തുറക്കാൻ മുസ്ലിം സഹോദരങ്ങൾക്ക് ഹൈന്ദവ ക്ഷേത്രമുറ്റമൊരുങ്ങുന്ന മതാതീതമായ സ്നേഹ സാഹോദര്യങ്ങളുടെ മാതൃകയാണ് കേരളം ലോകത്തിനു മുന്നിൽ വെക്കുന്നത് എന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ വലിയ ആഘോഷാരവങ്ങളാവട്ടെ ഈ ചെറിയ പെരുന്നാളെന്നും സ്പീക്കർ ആശംസിച്ചു. വ്രതശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗോജ്വലമായ ഒരു മാസം ഇവിടെ പിന്നിടുകയാണ്. ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ഒരു പുണ്യമാസം റംസാൻ ഇവിടെ അവസാനിക്കുന്നു. ഒരു പുതിയ മാസപ്പിറവി, അത് നാം ചെറിയ പെരുന്നാളെ ആഘോഷിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ ഞാൻ നേരുന്നു.